ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾ പെരുന്നാൾ ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ തിരൂർ ഫാമിലിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ ആദ്യം ഉമ്മാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഫാമിലിയിൽ പോയി. ഫാമിലിയൊക്കെ പാകം മാറിയിരിക്കണം. ഫാമിലിൻ്റെ ഉള്ളിൽ കയറിയാൽ ഏതോ ഒരു ലോകത്തെത്തിയ മാതിരി. അപ്പോൾ പുതിയ ബിൽഡിങ്ങൊക്കെ വന്നപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഉണ്ട്. വലിയ പൈസ ഇല്ല, നമുക്ക് നമ്മുടെ ബഡ്ജറ്റിലൊക്കെ ഒതുങ്ങണ പൈസക്ക് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഫാമിലിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് എത്ര കണ്ടാലും തീരൂല, എന്നാലും ചില ഭാഗങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കുറേയൊക്കെ അവിടെ ചുറ്റിക്കറങ്ങി കണ്ട്. പിന്നെ ഉമ്മാക്ക് ചുരിദാർ ശീലമായിരുന്നു എടുത്തീന്. എനിക്ക് പിന്നെ ഞാൻ സ്റ്റുഡിയോ പോയി എടുക്കുക വെച്ചിട്ട് ഞാൻ അപ്പാപ്പൊന്നും നോക്കിയില്ല. അങ്ങനെ പിന്നെ ഞാൻ ഉമ്മാക്ക് ഡ്രസ്സ് എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോ പോയി. സ്റ്റുഡിയോ പോയപ്പോൾ ഫാമിലി കണ്ട് ഡ്രസ്സിൻ്റെ ഓരോ മോഡൽ ഇതൊക്കെ കൊണ്ട് വന്നപ്പോൾ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഇച്ചൊന്നും പറ്റുന്നില്ല. അങ്ങനെ കുറേ അവിടെ തെണ്ടി തിരിഞ്ഞ് നടന്ന്, പക്ഷെ അവിടെയൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. മേക്കപ്പ് സാധനങ്ങൾക്കൊക്കെ നല്ല ഓഫറായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി നടന്ന് ചെരുപ്പിനൊക്കെ 399 നല്ല അടിപൊളി ചെരുപ്പും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഡ്രസ്സൊക്കെ ഞാൻ ഫാമിലി കണ്ട കാരണം ഇവിടെ വന്നപ്പോൾ എനിക്കൊന്നും പറ്റില്ല. പിന്നെ നമ്മളെ പെണ്ണുങ്ങളെ അവസ്ഥ അതാണല്ലോ, എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടാൽ കിട്ടുമോളം സമാധാനം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞാനും പിന്നെ മാപ്പിളക്ക് ഡ്രസ്സൊക്കെ എടുത്ത്, ഷർട്ട് ഒരു കടയിൽ നിന്ന് പാൻറ് ഒരു കടയിൽ നിന്ന് എടുത്ത്. ഷർട്ട് എടുത്ത കടയിൽ നിന്ന് പാൻറ് കിട്ടിയില്ല, കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓലെ ഷർട്ട് അടിച്ചാൽ കൊടുക്കാൻ കയറിയപ്പോൾ പെരുംജാതി മഴ. പിന്നെ പിറ്റേന്ന് ഞങ്ങൾ പിരികം ത്രെഡ് ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെയും തിരൂർ മാർക്കറ്റിലേക്ക് വന്ന്. പിന്നെ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ പെരുന്നാളായപ്പോൾ നല്ല തിരക്കാണ്, പെരുംജാതി വെയിൽ. പക്ഷെ ആൾക്കാർക്ക് നമ്മളൊക്കെ മാതിരി തന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല, രാവും പകലായിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പെരേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നെസ്റ്റോ പോയി രാത്രി. അങ്ങനെ അവിടെ കുറേ ചുറ്റിക്കറങ്ങി നടന്ന്. അവിടെ പെരുന്നാളായിട്ട് നല്ല ഓഫറുണ്ടായി, നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം എടുത്ത് നോക്കും അങ്ങനെ നടന്ന്. പിന്നെ കൂനൊക്കെ കണ്ടപ്പോൾ ഇവർ വേഗം വീഡിയോ എടുത്ത് വെച്ചിരുന്നു. കാരണം നമ്മുടെ നാട്ടിലൊക്കെ കൂൻ ഉണ്ടാവുന്ന കാലത്തും അതിനൊരു വില ഇല്ലാതെ ആവും, കാരണം ചീനി പോയാലും ആർക്കും ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ നെസ്റ്റോയിലൊക്കെ ഒരു പെട്ടിക്ക് 70 ഉറുപ്പ്യ എന്നൊക്കെ കണ്ടപ്പം അന്തം വിട്ടുപോയി. അങ്ങനെ പിന്നെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നോമ്പായതുകൊണ്ട് പിന്നെ അത്രയ്ക്ക് വലിയൊരിതില്ല, കാരണം നോമ്പറന്ന് പോകണല്ലേ, പള്ളൊക്കെ ഫുള്ളായിട്ടല്ലേ കാരണം. അങ്ങനെ പിന്നെ അവിടെയൊക്കെ ഡ്രസ്സിൻ്റെ ഭാഗത്തൊക്കെ നല്ല ഓഫറായിരുന്നു. പിന്നെ പെരേക്കുള്ള സാധനങ്ങളും പെരുന്നാളൊക്കെ ആയില്ലേ, അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ മാർക്കറ്റിൽ പോയി. പിന്നെ എനിക്ക് ഡ്രസ്സ് പിന്നെ ആ ഫാമിലിയിൽ തന്നെ പോയിട്ട് പിന്നെ ശീലമെടുത്ത്, അങ്ങനെ അതിനനുസരിച്ചുള്ള ഫാൻസിയും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. പിന്നെ കുറച്ച് മൈലാഞ്ചിയൊക്കെ വാങ്ങി. ഞാൻ ബിഗ് ബി അലീനൊക്കെയാണ് എടുത്തിരുന്നത്. അങ്ങനെ പിന്നെ പെരുന്നാൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ അടിച്ചാൻ കൊടുത്ത്. പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങൊക്കെ കണ്ടപ്പം അത് തിന്നാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ തിരൂർ അങ്ങാടി തന്നെയാണത്. അങ്ങനെ പിന്നെ അവിടെ ഒരു ബൂസ്റ്റിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു, ഇങ്ങനെ കുലുക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ആ വെള്ളമൊക്കെ വേഗം കുടിച്ച് പിന്നെ നല്ല എരിവുള്ള മസാല ഒക്കെ തേച്ചിട്ടൊരു മാങ്ങ ഒക്കെ തിന്ന്. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു പെരുന്നാൾ ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം.